വാർത്ത നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയാണ്. വാർത്ത ഇങ്ങനെയാണ്: കേസിൽ ശിക്ഷിക്കപ്പെട്ട യുവാക്കളുടെ പിതാവ് മരിച്ചെന്നതിൽ കണ്ണിത്തോട് എന്ന് എഴുതിയാണ് ഈ വാർത്ത. ഞാൻ ഈ വാർത്ത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന കാര്യം മനസ്സിലാകും. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ആരാധനയ്ക്ക് വന്നു. ആ ചെറുപ്പക്കാരന് വയസ്സ് 19. ലഹരിക്ക് അടിമയായ ചെറുപ്പക്കാരൻ, വഴക്കുണ്ടാക്കുന്ന ചെറുപ്പക്കാരൻ, അപ്പനെ അമ്മയും തല്ലുന്ന ചെറുപ്പക്കാരൻ, കഞ്ചാവ് പോലെയുള്ള എല്ലാ മാരക ലഹരികളും ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പേര് ലിബിൻ. അവനിവിടെ ആരാധനയ്ക്ക് വന്നു. ഓർത്തഡോക്സുകാരൻ. ആരാധനയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ മീറ്റിംഗിൽ വെച്ച് യേശുവിനെത്തും. അന്ന് സ്നാനപ്പെടാൻ 60 പേര് കൈപൊക്കിയപ്പോ ഇവനും കൈപൊക്കി. ഇവനൊന്നും അറിഞ്ഞുകൊണ്ട് പൊക്കിയതല്ല. ആ യേശു തൊട്ടതിന്റെ സന്തോഷത്തിൽ അവനും കൈപൊക്കി. പിന്നീട് തുടർമാനമായി ആരാധനയ്ക്ക് വിടാൻ തുടങ്ങി. അവനവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയോട്, വല്യമ്മയോട്, എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഇനിയും തൊട്ട ലഹരി ഉപയോഗിക്കില്ല. ഇന്ന് മുതൽ ഞാൻ യേശുവിന്റെ പൈതലാണ്. അങ്ങനെ തുടർമാനം ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. ആരാധനയ്ക്ക് വരും, പ്രാർത്ഥനയ്ക്ക് വരും. പിന്നീട് അവന്റെ താമസം എൻ്റെ കൂടെയായി. ഞാൻ എൻ്റെ കൂടെ അവനെ താമസിപ്പിക്കാൻ വേണ്ടി കൂടെ കൂട്ടി. അവന്റെ അനുജൻ എബിൻ, അവനും പിന്നീട് എൻ്റെ കൂടെ വന്നു. ആ സമയത്ത് ആ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം ഒന്ന് കെട്ടടങ്ങി. അവന്റെ വല്യമ്മയും ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവന്റെ അമ്മയും ആരാധനയ്ക്ക് വരും. ആ സമയത്ത് ഒരിക്കലും ഇല്ലാത്തതുപോലെ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവന്റെ അപ്പൻ മത്തായി, ഇന്ന് മത്തായിച്ചാന് 54 വയസ്സുണ്ട്. മത്തായിച്ചാൻ അവിടെ പ്രശ്നമുണ്ടാക്കി കുട്ടികളെ തിരിച്ചിട്ട് പറഞ്ഞു, പെന്തിക്കോസിലെ ആരാധനയ്ക്ക് പോകാൻ പറ്റില്ല. ഭാര്യയുമായിട്ട് പ്രശ്നമായി. അങ്ങനെ പ്രശ്നങ്ങൾ നിരന്തരം ആ വീട്ടിൽ മുന്നോട്ട് തുറന്നുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഇടവഴിയിൽ വെച്ച് ആ കുഞ്ഞ് ലിബിൻ എന്ന് പറയുന്ന മകൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെടുന്നതിന് മുൻപ് ചെറുപ്പക്കാരനെ ഞാൻ വിളിച്ചിട്ട് വ്യക്തിപരമായി പറഞ്ഞു, മോനെ, സ്നാനപ്പെടാൻ വരട്ടെ, പ്രതിസന്ധികൾ വരും, ഉറച്ചു നിൽക്കുമെങ്കിലേ സ്നാനപ്പെടാവും. ഇത് തമാശകളിയല്ല, ഇത് തീക്കളിയാണ്. അവൻ എന്റെ കയ്യെ പിടിച്ചു പറഞ്ഞു, അച്ഛാ, ശരിക്കും എന്റെ മനസ്സുകൊണ്ട് ഞാൻ സ്നാനപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുക. ഇനി എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ യേശുവിനെ വിട്ട് പോകത്തില്ല, യേശുവിന്റെ രാജ്യത്തിൽ നിന്ന് പോകില്ല. അങ്ങനെ സ്നാനം കഴിഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ വരും. അങ്ങനെ ആരാധനകൾ തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. ഒരു ദിവസം അവനെ വിളിച്ചപ്പോ, അവനെന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ല. അന്ന് ഞാൻ അവനെ വിളിച്ചു, ലിബിനെ കണ്ടില്ലല്ലോ, എവിടെയാ? അച്ഛ, ഒരു വയറ്റുവേദന എനിക്ക് തുടങ്ങി. എല്ലാ വയറ്റുവേദനയും വേദനയല്ല. എന്റെ കാര്യത്തിൽ എല്ലാ വേദനയൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് വയറ്റുവേദനയല്ല, പിന്മാറ്റത്തിന്റെ തുടക്കം. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ ആരാധനയ്ക്ക് വന്നിട്ടേ ഇല്ല. പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടു. ഞാൻ ആ നാട്ടിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു കൺവെൻഷൻ ചെന്നപ്പോ ഈ ചെറുപ്പക്കാരൻ റോഡിൽ നിൽപ്പുണ്ട്. എന്നെ കണ്ടുകൊണ്ട് ഓടി എൻ്റെ അടുത്ത് നിൽക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു, എൻ്റെ അപ്പൻ കുടിച്ച് മർദ്ദനായിരുന്നു, ഞങ്ങളുടെ പള്ളിക്കാര് ആരാധനയ്ക്ക് വരാൻ സമ്മതിച്ചില്ല. പിന്നെ ഇവിടെ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, മൊണ്ണവിശ്വാസി എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ അവനെ ഫോൺ വിളിച്ചു, നിനക്കെല്ലാം ഈ മരണത്തിനും ഈ ജയിൽവാസത്തിനും ഉത്തരവാദിത്തമുണ്ട്. ബാക്കി കേട്ടോളുക. ഈ ചെറുപ്പക്കാർ 2017 അവിടെ ഒരു കേസുണ്ടായി. ആ കേസിൽ 1ഉം 2ഉം പ്രതികളായി ഈ 2 ചെറുപ്പക്കാർ മാറി. ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ദിവസം ആ കുട്ടികൾക്ക് ശിക്ഷ വിധിച്ചു, 20 വർഷം കഠിന തടവ്. അമ്മയെ തല്ലുന്ന, പെന്തക്കോസ്തിൽ ആരാധനയ്ക്ക് പോകണ്ട, സോഷ്യൽ മീഡിയ പറയുന്നതാണ് സത്യം എന്നൊക്കെ വിചാരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വീട്. 54 വയസ്സുള്ള മത്തായിച്ചാൻ ഞായറാഴ്ച വെളുപ്പിനെ തൂങ്ങി.
വാക്ക് നിങ്ങളോട് ഞാൻ പറയുക, അനാഥമായതോ ആമേൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട രണ്ട് ചെറുപ്പക്കാരാണ്. ഏറ്റെടുക്കുമോ ഉത്തരവാദിത്തം? ഈ പറയുന്ന അപവാദം പറയുന്ന നീ ഏറ്റെടുക്കുമോ? ഈ പറയുന്ന നീ ഏറ്റെടുക്കുമോ ഈ ഉത്തരവാദിത്തം? ഞാൻ ഇന്ന് രാവിലെ ആർജവത്വത്തോടെ പറയുക, ലിബിനും എബിനും ഇന്ന് രണ്ടുപേരും സുവിശേഷകരാകേണ്ടതാണ്. യേശുവിന്റെ നാമത്തെ ഉയർത്തേണ്ടവരാണ്. അവർ ഇന്നും ഇവിടെ ആരാധനയ്ക്ക് സുവിശേഷകന്മാരായി മാറേണ്ടതാണ്. അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ, ആരോഗ്യതൃകാത്തരായ രണ്ടു മക്കൾ, 24 വയസ്സിന് അകത്ത് പ്രായമുള്ള രണ്ടു മക്കൾ. ആ മക്കൾ രണ്ടുപേരും 20 വർഷം കഠിന തടവിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. അർത്ഥം ഏകദേശം ഒരു 44-45 വയസ്സ് കഴിയാതെ ജയിലിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങില്ല. ഇതിന്റെ ഉത്തരവാദികൾ, പകുതി ഉത്തരവാദിത്തം അപ്പനാണ്, തൂങ്ങിച്ചത്ത അപ്പൻ. പകുതി ഉത്തരവാദിത്തം അവന്റെ അമ്മയ്ക്കാണ്. പകുതി ഉത്തരവാദിത്തം ഈ മാധ്യമങ്ങൾക്കാണ്. പകുതി ഉത്തരവാദിത്തം പള്ളിക്കാർക്കാണ്. വെല്ലുവിളിച്ചു ചോദിക്കുകയാണ്, ആ കുടുംബം തകർത്തപ്പോ സമാധാനമായല്ലോ അല്ലേ? ആ വീട്ടിൽ മത്തായിച്ചൻ കയറി തൂങ്ങിയപ്പോ സമാധാനമല്ലോ അല്ലേ? ഇപ്പൊ അവിടെ ഉള്ളത് ആരൊക്കെയാണെന്നറിയാമോ? പ്രായമുള്ളൊരു വല്യമ്മയും ഒരമ്മയും മാത്രമേ ആ വീട്ടിലുള്ളൂ. കേരളമേ, ഇത് കേൾക്കുക. ഈ പുസ്തകം എടുത്തവരാരും ലജ്ജിച്ചിട്ടില്ല. ഈ യേശുവിനെ വിളിച്ചവരാരും ലജ്ജിച്ചിട്ടില്ല. അവങ്കലേക്കും നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കലേക്കും നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. മക്കളെ, ഇത് തമാശകളിയല്ല, ഇത് തമാശകളിയല്ല, ഇത് മഹിമ കണ്ട സാക്ഷികൾ ദൈവത്തെ ആരാധിക്കുന്ന പരിപാടിയാണ്. നീ ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി അല്ല യേശുവിനെ ആരാധിക്കേണ്ടത്. കുഞ്ഞെ, അഹങ്കരിക്കരുത്. ദൈവം നിനക്കൊരവസരം തരുമ്പോ നീ ആയിട്ട് അഹങ്കരിക്കരുത്. പള്ളിക്കാര് പറഞ്ഞു, പാട്ടുകാര് പറഞ്ഞു, വീട്ടുകാര് പറഞ്ഞു, ഈ മാധ്യമങ്ങൾ പറഞ്ഞു, അവന് കാശ് കിട്ടാൻ അവൻ പറയുക. இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த ஜனத்தை மூடுதே விலகாத மேகம் நீ, என் செல்லும் மேகம் நீ, விலகாத மேகம் நீ, என் செல்லும் மேகம் நீ. ஒரு மகிமையின் மேகம் இந்த ஜனத்தை மூடுதே, விலகாத மேகம் நீ, என் செல்லும் மேகம் நீ, விலகாத மேகம் நீ, என் செல்லும் மேகம் நீ.
എന്നെന്നും സങ്കേതമേ. ചേർന്ന് മഴവിൽ ചാരിടാം, ഓ എല്ലാം പറയാം. വിശ്വസ്തനാവൻ, വീരനാണവൻ. ആ മഴവിൽ ചാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനാവൻ, വീരനാണവൻ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാവിലെ സ്വർഗത്തേക്ക് നോക്കി എല്ലാവരും അതിരം തുറന്നു പാടിയേ. ഹൃദയത്തിൽ നിന്ന് പാടിയേ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ. ആരാധന യേശുവേ. ആരാധന യേശുവേ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? എന്താണ് എന്നിൽ കണ്ടത്? ഓ ചേറ്റിൽ കിടന്നതാമനെ ആ പൊൻകരം നീട്ടി പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ ഹൃദയത്തിൽ നിന്ന് പാടാൻ കഴിയുന്ന ഓ എന്താണ് എന്നിൽ കണ്ടത്? ഓ ചേറ്റിൽ കിടന്നതാമനെ ആ പൊൻകരം നീട്ടി പിടിച്ചു. ഓ ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ ഓ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ, ഇത്രമേൽ മാനിച്ചിടുവാൻ ഓ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ. ഹൃദയത്തിൽ നിന്ന് പാടാൻ പറ്റുന്നവർ പാടിയേ. ഈ രാവിലെ അവൻ എഴുത്തു നടക്കുകയാണ്. ശൂന്യമായി പോയ നിന്റെ മേൽ എഴുത്തു നടക്കുകയാണ്. അകത്തും പുറത്തും എഴുത്തുള്ളത്.
എന്നിൽ കണ്ടുവോ? യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ, യേശുവേ. ആ സാന്നിധ്യം ഇറങ്ങി ചലിക്കുക. പരിശുദ്ധാത്മാവിന്റെ രാവിലെ ചില ആളുകളെ എഴുതി തുടങ്ങുക. അകത്തും പുറത്തും എഴുതുള്ളതായി ദൈവത്തിന്റെ ശക്തിയുടെ സാന്നിധ്യം ഈ രാവിലെ എഴുതി തുടങ്ങുക. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തി ഇന്ന് രാവിലെ ഒരെഴുത്ത് ഒരു വ്യക്തി നിങ്ങളെ തൊടുന്നത് പോലെ നിങ്ങളുടെ അടുത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക. മഹിമയേ മഹത്വമേ അളവില്ലാതെ എന്നിൽ, മഹിമയേ മഹത്വമേ അളവില്ലാതെ എന്നിൽ, ഇനി മുട്ടോളമല്ല ഇനി അരയോളം പോരാ, ഇനി മുട്ടോളമല്ല ഇനി അരയോളം പോരാ, നീന്തിട്ടു കടപ്പാൻ കഴിയാതെ വണ്ണം, നീന്തിട്ടു കഴിയാതെ വണ്ണം, മഹിമയേ മഹത്വമേ യേശുവേ മഹിമയേ. എന്നോട് ആത്മാവ് പറയുക, ചില വീട്ടിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്റെ മേലെ എഴുതണമേ എന്ന് പറഞ്ഞ് ഈ രാവിലെ ശൂന്യമായ നിന്റെ കരത്തിന്റെ മേലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. അഭിഷക്ത, നീ ശൂന്യനല്ല. ഈ രാവിലെ ദൈവത്തിന്റെ എഴുത്ത്, ദൈവത്തിന്റെ എഴുത്ത്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വം ചില ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത പോലെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരിക. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരിക.